സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭകളിലും സംവരണം നൽകുന്ന 131 ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി ബിൽ നേരത്തെ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ ബില്ല് പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ആ ബില്ല് അവതരിപ്പിക്കാൻ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ നീക്കം. അന്ന് എന്തുകൊണ്ടാണ് ഈ ബിൽ വിജയിക്കാതിരുന്നത്? വിജയിക്കാതിരുന്നത് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് 2/3 ഭൂരിപക്ഷം വേണ്ടിയിരുന്നു. ആ 2/3 ഭൂരിപക്ഷം നേടാൻ BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിനായില്ല. അവർക്കറിയാമായിരുന്നു അത് കഴിയില്ല. എന്നാൽ പോലും അവർ ബില്ല് അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ബില്ല് പ്രകാരം അടുത്ത 2029 തെരഞ്ഞെടുപ്പിൽ 2029 തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങളുടെ സംഖ്യ 850 ഉയർത്താനുള്ള ഒരു തീരുമാനമാണുള്ളത്. അതോടൊപ്പം തന്നെ വനിതാ സംവരണവും നടക്കും. പകുതി സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ സ്ത്രീ സംവരണ ബിൽ തങ്ങൾ നടപ്പിലാക്കി എന്ന് അവകാശപ്പെടാൻ BJPക്ക് കഴിയുന്ന ഒരു അവസരമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ സംവരണ ബില്ലായിട്ട് പോലും ഇതിനെ എതിർക്കുകയാണ് കോൺഗ്രസ് ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഏത് വിധേനയും ജയിപ്പിച്ചെടുക്കാനുള്ള ചില ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ 362 അംഗങ്ങളുടെ പിന്തുണയാണ് ഈ ബിൽ വിജയിപ്പിക്കാൻ വേണ്ടത്. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയത്, കഴിഞ്ഞ ഏപ്രിൽ അവർക്ക് കിട്ടിയത് 298 അംഗങ്ങളാണ്. ഇനി ഇപ്പോൾ BJPക്ക് അനുകൂലമായൊരു സാഹചര്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 4 സംസ്ഥാനങ്ങളിലേക്ക് പോണ്ടിച്ചേരിയിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലം. അതിൽ ബംഗാളിൽ BJPക്ക് വലിയ വിജയമാണ് നേടിയത്. കോൺഗ്രസിന്റെ കൂടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ, ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ മലർത്തിയടിച്ച് BJPക്ക് ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തമിഴ്നാടിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ DMK ഭരിക്കുന്ന തമിഴ്നാട്ടിൽ അവർ ഭരണത്തിൽ നിന്ന് പുറത്തുപോയി. അതോടൊപ്പം തന്നെ ആരാണോ ജയിച്ചത് അവിടെ ജയിച്ചത് TVKയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ കൂടെ നിന്ന് DMKയുടെ കൂടെ നിന്ന് തമിഴ്നാട്ടിൽ അധികാരത്തിന്റെ എല്ലാ മധുരവും നുകർന്ന കോൺഗ്രസ് പെട്ടെന്ന് തന്നെ TVKയുടെ കൂടെ മാറുന്നു. അതോടുകൂടി DMK കോൺഗ്രസ് നകലുകയാണ്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് DMKയെ കൂടി BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ രാജ്യസഭയിലെ 3 TMC അംഗങ്ങൾ രാജിവെച്ചു. ആ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് സീറ്റ് കിട്ടുന്നത്. 3 സീറ്റ് BJPക്ക് അധികം കിട്ടും. അതോടൊപ്പം തന്നെ TMCയുടെ നിരവധി ലോക്സഭാ അംഗങ്ങൾ BJP പക്ഷത്തേക്ക് ചേർന്ന് കഴിഞ്ഞു. അവരൊരു പ്രത്യേക ബ്ലോക്കായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ചലനങ്ങൾ നടക്കുന്നത്, മഹാരാഷ്ട്രയിൽ ഒരു ഭാഗത്ത് BJP, അതോടൊപ്പം അവരുടെ കൂടെ ഷിൻഡെയുടെ ശിവസേന, അതേപോലെ തന്നെ അജിത് പവാറിന്റെ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ NCP, മറുഭാഗത്ത് ശരത് പവാറിന്റെ NCP, കോൺഗ്രസ്, അതേപോലെ തന്നെ ഉദ്ധവ് താക്കറയുടെ ശിവസേന. ഈ ഉദ്ധവ് താക്കറയുടെ ശിവസേനയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളിൽ ബഹുഭൂരിഭാഗം ഇപ്പോൾ BJPയുടെ കൂടെ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശരത് പവാറിന്റെ പാർട്ടി തന്നെ ഇപ്പോൾ BJPയായിട്ട് സഖ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വലിയൊരു മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അമിത്ഷായായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതേപോലെ തന്നെ NCPയിലെ 2 വിഭാഗത്തിൻ്റെയും, അജിത് പവാർ വിഭാഗത്തിൻ്റെയും അതേപോലെ തന്നെ ശരത് പവാർ വിഭാഗത്തിൻ്റെയും നേതാക്കൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായിട്ടും ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ പിന്തുണ പാർലമെന്റിൽ BJPക്ക് കിട്ടും. എന്നാൽ പോലും അത് 329 ആവുന്നുള്ളൂ. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെയും NCPയുടെയും ശിവസേനയുടെയും വിമത വിഭാഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും ആ ലോക്സഭയിൽ BJPയുടെ സഖ്യത്തിൻ്റെ പിന്തുണ 362 വേണ്ടതിടത്ത് 329 മാത്രമാണുള്ളത്. ഇനിയും 34 പേരുടെ കൂടി പിന്തുണ അവർക്ക് ആവശ്യമാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഇതിന് വേണ്ടിയിട്ട് DMK ആയിട്ട് ചർച്ചകൾ നടത്തുന്നു എന്നുള്ള, അല്ലെങ്കിൽ DMK ആയിട്ട് ഒരു സമവായത്തിലെത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് ചിദംബരം പറഞ്ഞത് BJP അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൂറുമാറ്റം നടത്തിക്കൊണ്ട് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാൻ, പാസ്സാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ചിദംബരം പറഞ്ഞത്. ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് രാജ്യസഭയിൽ BJPക്ക് 117 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 3 പേർ TMCയിൽ നിന്ന് MP രാജിവെച്ച ഒഴിവിലുള്ള ആ 3 പേർ കൂടി പുതുതായി അവരെ തന്നെ ആണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. ആ 3 പേരുൾപ്പെടെ 117 സംഖ്യ ഉയരും. അതോടൊപ്പം തന്നെ
153 പേരിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. 7 നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്, അതേപോലെ തന്നെ 3 സ്വതന്ത്രരുണ്ട്, ഈ 3 പേർ TMCയിലുണ്ട്. അങ്ങനെയൊക്കെ 153 എത്തിക്കാൻ BJP കഴിഞ്ഞിട്ട്, എന്നാൽ പോലും 3/2 ഭൂരിപക്ഷത്തിന് 11 MP കൂടി കുറവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാവുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ബിൽ പാസ്സാവുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അത് കനത്ത തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷത്തിൻ്റെ കൂടെ, കോൺഗ്രസിൻ്റെ കൂടെ ആരുമില്ല, അവരെ വിശ്വാസത്തിലെടുക്കാൻ ആർക്കും കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാതെ BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകാനാണ് ഇന്ത്യയിലെ മിക്ക പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിരിക്കും ഒരുപക്ഷെ ഈ ബിൽ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരായിട്ടുള്ള ശബ്ദവും ഉയരുന്നുണ്ട്. നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അഭിപ്രായപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ പ്രിയങ്കയെ വേണ്ട വിധം പാർട്ടി പ്രയോജനപ്പെടുത്തുന്നില്ല. അവർ നല്ല കഴിവുള്ള സ്ത്രീയാണ്, നല്ല കഴിവുള്ള നേതാവാണ്, പക്ഷേ പ്രിയങ്കയെ പാർട്ടി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന കാര്യങ്ങൾ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP തൊട്ടടുത്ത ചില ദിവസങ്ങളിൽ ചില സ്ട്രൈക്കുകൾ ചില സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത്. കാരണം RVS മണിയുടെ വെളിപ്പെടുത്തലുകളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലഫ്റ്റനന്റ് കേണൽ പുരോഹിത്, അദ്ദേഹത്തെ പട്ടാളത്തിലെ ഉയർന്ന ഓഫീസറായിരുന്ന അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹത്തെ ജയിലിട്ട് പീഡിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം കോടതിയിൽ പോയി, അദ്ദേഹത്തിന് നീതി കിട്ടി, അദ്ദേഹത്തെ പട്ടാളത്തിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം കൂടി അന്വേഷിക്കുകയാണെങ്കിൽ പല ഉന്നതരും പെടും എന്നുറപ്പാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് RVS മണിയുടെ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. അതായത് പാക് ബന്ധം കോൺഗ്രസിനുണ്ടായിരുന്നു, ISI ബന്ധമുണ്ടായിരുന്നു, അഹമ്മദിന് ISI ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ വരുന്നത്. ഇതൊക്കെ തന്നെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണെങ്കിൽ അതൊരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് മാറും. കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതോടൊപ്പം ആയിരിക്കും ഈ ഒരു 131 ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ വോട്ടെടുപ്പിൽ BJP വിജയിക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഒന്നുകൂടി ശക്തിപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അതോടൊപ്പം തന്നെ കോൺഗ്രസ് തികച്ചും ദുർബലമാവുന്ന ഒരു സ്ഥിതിയായിരിക്കും നമ്മൾ കാണുക.